സ്നേഹിച്ച് ആ കുഞ്ഞിനെ ഞാൻ ബോർഡിങ് നിർത്തിയോ? ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല 11 വയസ്സുള്ള കുട്ടീനെ. അത് കറക്റ്റാ. ഒരു വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല, ഒരു കൂട്ടം വാക്കുകൾ കൊണ്ടാണ് രേണു സുധി വേദനിപ്പിച്ചിരിക്കുന്നത്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആളുകൾ ഞാൻ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നതെന്ന് അറിയാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് അത്രയധികം ആളുകൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് അഭിപ്രായം പറയുമോ, രണ്ട് അഭിപ്രായം പറയുമെന്ന്. ഞാനുണ്ട്, പറയാം. 2, 3, 4, 10, 15 അഭിപ്രായങ്ങൾ ഞാൻ പറയാം. സംഭവം രേണുവിന് വയ്യാതായതിനു ശേഷം രേണു കുറച്ച് നാളുകളുടെ ഒരു ഗ്യാപ്പിന് ശേഷം കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പുള്ളിക്കാരി അതീവ എനർജറ്റിക് ആയിട്ട് നമ്മുടെ പഴയ രേണു സുധി എപ്പിടി പോനോ കബാലി അപ്പടിയെ തിരുമ്പി വന്നിട്ടുണ്ട ആ പവർഫുള്ളായിട്ട് രേണു തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അത്യാവശ്യം ഹെൽത്ത് ഉള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ രേണു ഇതിനകത്ത് ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടേ. ബേസിക്കായിട്ട് 3 വിഷയങ്ങളെ കുറിച്ചിട്ടാണ് രേണു ഇതിൽ സംസാരിക്കുന്നത്. 1 കിച്ചുവിനെ കുറിച്ച്, 2 രേണുവിനെതിരെ റിയാക്ട് ചെയ്യുന്ന ചില ബ്ലോഗർമാരെ കുറിച്ച്, 3 കൊല്ലസുധിയുടെ കുടുംബത്തെക്കുറിച്ച്. ഈ 3 കാര്യങ്ങളാണ് രേണു മൊത്തത്തിൽ ഈ ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് നാളുകൾ കൊണ്ട് രേണു ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് രേണുവിന് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് വിശ്വസിച്ച് ഞാനിത് കണ്ടപ്പോൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു. അല്ല, വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ രേണുവിനോട് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട്. ബിഗ് ബോസ് തുടങ്ങി, ഇപ്പം നമുക്ക് കണ്ടന്റ് വേണ്ട, ഉണ്ട്, നമുക്ക് ആവശ്യത്തില്ല. ഇപ്പോൾ സൂത്രങ്ങൾ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യൂ. ബിഗ് ബോസ് ഒന്ന് തീർന്നോട്ടെ, എന്നിട്ട് നമുക്ക് സെറ്റാക്കാം. അതുവരെ റെസ്റ്റ് എടുത്ത് എനർജറ്റിക് ആയിട്ട് വാ. റീൽസ് ഒക്കെ ഇടൂ, മറ്റേ പൈസ ഉണ്ടാക്കാനുള്ള യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടൂ, അടിച്ച് കയറി വാ. നമുക്ക് രേണുവിന് പറയാനുള്ളത് ഒന്ന് കേട്ടളാം. ഓക്കെ, അന്ന് കുറ്റം പറഞ്ഞവർ തന്നെയാണ് ഇന്ന് പറയുന്നത്. അന്ന് എന്നെ സ്നേഹിച്ചവർ ഇന്നും എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ പിന്നെ കുറ്റം പറയുന്നവരെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവർ പറഞ്ഞുകൊണ്ട് അപ്പൊ സ്നേഹിക്കുന്നവരെ അംഗീകരിച്ചു കൊടുക്കാം, കുറ്റം പറയുന്നവരെ അംഗീകരിച്ചു കൊടുക്കും. അന്ന് കുറ്റം പറഞ്ഞവർ തന്നെ ഇന്നും കുറ്റം പറയുന്നത്, അന്ന് സ്നേഹിച്ചവർ തന്നെയാണ് ഇന്നും സ്നേഹിക്കുന്നത്. അപ്പോൾ കുറ്റം പറയുന്നവരെ അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ സ്നേഹിക്കുന്നവരെ അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ? ഒരു മാറ്റവും ഇല്ലല്ലേ? ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒരു ഇരുന്ന് ചിന്തിച്ച് വലിയ നിദ്രയിലേക്ക് പോയി, നിദ്ര എന്ന് പറഞ്ഞാൽ മറ്റേ തപസ്സാട്ടെ ഉദ്ദേശിച്ചേ, തപസ്സിലോട്ടൊക്കെ പോയി ബ്രെയിനെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടൊക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒന്നുമില്ല. ഞാൻ ആലോചിച്ചു, ദൈവമേ, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടായിരിക്കും. നെവർ. അത് ഇതിലപ്പുറം കൂടുപാട്. ഇത് ഈ സാധനം കള്ളത്തരമാണെന്ന് പറയുന്ന ആൾക്കാരാണ്. ഞാൻ ഒരാളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഒറ്റ മനക്കരുത്ത് കൊണ്ടാണ് ഇപ്പം ഈ ഒരു ചിത്രയുടെ മുന്നിൽ ഞാൻ ഇപ്പം ഇരുന്ന് സംസാരിക്കുന്നത്. വേറെ അതെ, അത് കറക്റ്റ് കേട്ടോ. അത് തന്നെ അവരെ അംഗീകരിച്ചു കൊടുക്കണം. ക്യാൻസർ പോലെ ഒരു രോഗം വരുമ്പോഴത്തേനും മാനസികമായും ശാരീരികമായും തളർന്നു വീഴും. പക്ഷെ ആ ഒരു സമയത്ത് ഇവർ ഇവരുടെ വിൽ പവർ കൊണ്ട് എണീറ്റ് നിന്നു. അതിപ്പോൾ 4th സ്റ്റേജ് ആണോ 1st സ്റ്റേജ് ആണോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാലും ഈ ഒരു അസുഖം അത്യാവശ്യം ഡേഞ്ചറസ് ആണ്. ഈ ഒരു സമയത്തും അവരുടെ ഒരു വിൽ പവറും അൽക്കിടലുമാണ്. ഈ തൂങ്ങി കിടക്കുന്ന സുനാപ്പി ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ആ ചർച്ചയിലേക്കൊന്നും നമുക്ക് പോകുന്നില്ല. നമുക്ക് ബാക്കി കാര്യങ്ങൾ കേൾക്കാം. അപ്പം ഞാൻ അന്നും പറയുന്ന പോലെ എൻ്റെ കാര്യം, അപ്പം ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഈ റീച്ച് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അപ്പം എന്ത് കാണിച്ചാലും റീച്ച് ആകുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അതുകൊണ്ടാവാം അങ്ങനെ രേണു സുധി ബാത്റൂമിൽ പോയാൽ വരെ വാർത്ത കൊടുക്കുന്ന റീച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ചിന്തിച്ചു, ആർ യു സീരിയസ്? രേണു ഉദ്ദേശിച്ചത് അത് തന്നെയാണോ? ഓക്കെ, റീച്ച് എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് രേണു സുധി ബാത്റൂമിൽ പോയപ്പോഴും അതെടുത്ത് വാർത്തയാക്കി വിടുന്നത്, പടച്ചു വിടുന്നത് എന്നാണ് രേണുവിനെ റിയാക്ട് ചെയ്യുന്നവരെ കുറിച്ച് രേണു പറഞ്ഞിരിക്കുന്നത്. രേണു അതല്ല സാധനം, അങ്ങനല്ല സ്റ്റേറ്റ്മെൻറ്റ്. രേണു ബാത്റൂമിൽ പോയി എന്ന് വന്ന് ഒരു ഓൺലൈൻ മീഡിയയോട് പറയുകയോ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയോ ചെയ്യും. എന്നിട്ട് ഞാൻ ബാത്റൂമിൽ പോയാൽ നിനക്കൊക്കെ എന്താണ് റിയാക്ഷൻ ബ്ലോഗർമാരെ എന്നൊരു ചോദ്യം കൂടെ ചോദിക്കും. അപ്പോൾ ഈ റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുന്നവന്മാരെടുത്തിട്ട് നീ ബാത്റൂമിൽ പോവുക, തലയും കുത്തിയിരിക്കുക, എന്നെ നമുക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വയ്ക്കും. ഇതാണ് സംഭവിക്കുന്നത്. അല്ലാതെ രേണു അവിടെ പോയി ഒന്ന് മൂക്കി ചീറ്റി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. രേണു മൂക്ക് ചീറ്റിയിട്ട് വന്നിരുന്ന് പറയും, ഞാൻ മൂക്ക് ചീറ്റിയപ്പോൾ മൂക്കിനകത്തൊന്നും മിസൈൽ പറന്നു. മിസൈൽ പറക്കുന്നതിന് ഇപ്പം യവന്മാർക്ക് എന്താണ് എന്ന് പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്നതിലാണ് ഈ സാധനം വരുന്നത്. അല്ലാതെ രേണു ബാത്റൂമിൽ പോയി എന്നുള്ളത് നമ്മളെപ്പോൾ ഉള്ളവർ എങ്ങനെ അറിയും? നമ്മളിത് അറിഞ്ഞെങ്കിലല്ലേ രേണു ബാത്റൂമിൽ പോയോ ഇല്ലയോ എന്ന് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളത് അറിയുന്നത് എങ്ങനെയാണ്? രേണു ഒരു ഓൺലൈൻ ചാനലിന് പറയും, ഞാൻ ബാത്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ബാത്റൂമിൻ്റെ ഇടത്തെ സൈഡിൽ വലത്തോട്ട് പോയപ്പോൾ അവിടെ ആണ് ഞാൻ പോയത്, അവിടെ ഇങ്ങനെയൊക്കെ കുറേ കഥ രേണു അങ്ങ് പറയും. ആ കഥയാണ് നമ്മൾ എടുത്തിട്ട് പറയുന്നത്. ആ കഥയുടെ കൂട്ടത്തിൽ തന്നെ രേണു ഞാൻ അങ്ങനെ പോയ യവന്മാർക്ക് എന്താണ്, നമ്മളാരും പറയാത്ത സാധനങ്ങൾ നമ്മൾ പറഞ്ഞു എന്ന വ്യാജേന രേണു തന്നെ ചോദ്യമായിട്ട് രേണുവിനോട് ചോദിച്ചിട്ട് രേണു തന്നെ ഒരു ഉത്തരം പറയും. അങ്ങനെയാണ് ആ സാധനം വർക്ക് ചെയ്യുന്നത്. അല്ല ചുമ്മാ ഇപ്പോൾ അവിടുന്ന്
വിധവയായിട്ടുള്ളൊരു സ്ത്രീ, അവൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാതെ അവൾ എന്തിനു ഇങ്ങനെ കാണിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് ആൽബത്തിൽ അഭിനയിക്കുന്നു? നേരത്തെ കുറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ അവള് ഭർത്താവ് മരിച്ചല്ലേ, സുധിച്ചേട്ടന്റെ പേരിൽ ഇവള് പിന്നെ എന്തിനാണ് ഇറങ്ങി നടക്കുന്നത്, ഇവൾ എന്തിനാണ് ആൽബം ചെയ്തത്, ഇവൾ എന്തിനാണ് ഈ കോപ്രായം കാണിക്കുന്നത്? ഇത്ര നാളത്തെ കുറ്റം അതായിരുന്നു. ഓക്കെ, ഇതിനകത്ത് ഈ ലാസ്റ്റ് കോപ്രായം മാത്രം ഓക്കെ, ബാക്കിയൊക്കെ ആര് പറഞ്ഞത് എനിക്കറിയത്തില്ല കേട്ടോ. ഇവൾ എന്തിനാണ് ഈ കോപ്രായം കാണിക്കുന്നത്? ശരീരത്തിലെ തുണിയുടെ വസ്ത്രത്തിൻ്റെ അളവ് കുറച്ചിട്ടുള്ള പരിപാടി എന്തിനാണെന്നൊക്കെ പലരും ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാതെ അവളെന്തിനാ ആൽബത്തിൽ അഭിനയിക്കുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം നമുക്ക് ഉപജീവനമാണ്, ഖാന കേലിയെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണം. അപ്പം അങ്ങനെ അവരെടുത്ത പണികളാണ് ഈ ആൽബത്തിൽ അഭിനയിക്കുന്നതും റീലിൽ ചന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്തെ ആ സാധനമൊക്കെ ചെയ്തത്. അതിനോടൊന്നും നമുക്കൊരു എതിർപ്പുമില്ല. ആ സാധനം നിങ്ങൾ മറ്റുള്ളവരെ വെല്ലുവിളിക്കുകയും നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ അളവ് കുറച്ചിട്ട് ഒരുമാതിരി വൃത്തിയുടെ സാധനം നടത്തുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് അങ്ങനത്തെ എതിർപ്പ് വന്നത്. എല്ലാം സെൻസർ ചെയ്ത് പറയാതെ, ഇത് എമ്പുരാൻ പടത്തിന് പോലും ഇത്രയും കട്ട് വന്നിട്ടില്ലല്ലോ, അത്രയും കട്ടാണ് രേണു പറയുന്ന കഥയ്ക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അടുത്ത കുറ്റം നമുക്ക് അടങ്ങിയിരിക്കാൻ മേലെ ഇവിടെ എന്തിനാണ് റീൽ ചെയ്യുന്നത്? അപ്പൊ ഞാൻ മാത്രം സന്തോഷിച്ചാൽ പാടില്ലെന്നാണ്. രേണു സന്തോഷിക്കലാണോ? ആരാ ക്യാൻസർ വന്ന് അടങ്ങിയിരിക്കണമെന്ന് ആരാ പറഞ്ഞേ? നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് രേണുവിൻ്റെ ശരീരത്തിൽ മറ്റേ ആരോഗ്യത്തിലൊക്കെയുള്ള ശ്രദ്ധ കൂടുതൽ കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് പറയുന്നത്. ശ്രദ്ധിക്കണ മുന്നേ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആരോഗ്യ ഇൻഫെക്ഷൻ ഉണ്ടാവും, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ല മറ്റേ പറഞ്ഞ ആരാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ കാണുന്ന ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമുക്ക് ബാക്കിയേക്കാം. ഫീൽ ചെയ്യും. ഞാൻ തന്നെ കണ്ടിട്ട് അയ്യോ ഇവരെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വരെ തോന്നിയിട്ടുണ്ട്. അതായത് ചേച്ചിയുടെ കണ്ടന്റ് കൊണ്ട് അരി മേടിക്കുന്ന ആൾക്കാർ ഇന്ന് കേരളത്തിൽ ഉണ്ട്. അല്ലെങ്കിൽ ഈ വീഡിയോ മോണിറ്റൈസേഷൻ ഓണായിരുന്നോ? ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇൻ്റർവ്യൂ മോണിറ്റൈസേഷൻ ഓണാണോ? അല്ല ഇത് ആരെ കൊണ്ട് അരി മേടിക്കുന്നതെന്ന് പറയാമോ? നിങ്ങളുടെയൊക്കെ വിചാരം എന്താ? രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ റേഷൻ കടയിൽ നിന്ന് 2 ചാക്ക് അരി കൊണ്ട് വീട്ടിൽ കൊണ്ടിടുമെന്നാണോ? അല്ല, രേണുവിനെ ആ പറയുന്നത് ആളുകൾക്ക് കണക്റ്റ് ആവണം, അവർക്ക് നമ്മുടെ ആശയങ്ങളുമായിട്ട് യോജിക്കാൻ പറ്റണം, എന്നെങ്കിൽ മാത്രമേ ആ വീഡിയോയ്ക്ക് വ്യൂ വരത്തുള്ളൂ. അതിന് വ്യൂവും ആവറേജ് ടൈം ഡ്യൂറേഷനും വന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന മാണി കിട്ടത്തുള്ളൂ. അല്ലാതെ ആര് വന്ന് രേണുവിനെ ഇട്ടാലും റീച്ച് ഉണ്ടാവില്ല. അത് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആവണം. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, രേണുവിനെ ഒപ്പോസ് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. രണ്ടും എനിക്ക് അത്യാവശ്യം നല്ലോണം എൻ്റെ ചാനലിൽ ഓടിയിട്ടുണ്ട് ആ സാധനം. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകണം, അത് കേൾക്കുന്ന ഓഡിയൻസിന് കണക്റ്റ് ആവണം. അവൻ പറയുന്നത് എന്തോ കാര്യമുണ്ട് എന്ന് തോന്നണം. ഇതാണ് സംഭവം, ബേസിക് സംഭവം. അപ്പോൾ ഇപ്പോൾ ഒരു മെജോറിറ്റി ഓഡിയൻസ് രേണുവിനെതിരെ നിൽക്കുന്നൊരു സമയത്താണ് ഞാൻ പോയി ഈ ബില്ല് കറക്റ്റാണ് എന്ന് ഞാനും ദേവും കൂടി ഇട്ടത്. സംഭവം ഓടിയല്ലോ, ആൾക്കാരെല്ലാം വിശ്വസിച്ചല്ലോ. അപ്പം നമ്മളത് പറയുന്ന സാധനം പോലെ ഇരിക്കും, മനസ്സിലായോ? അപ്പോൾ രേണുവിനെ വിറ്റ് അരി മേടിച്ച ചാനൽ, രേണുവിനെ വിറ്റ് അരി മേടിച്ചു എന്ന് പറയുന്ന ചാനൽ പറയൂ രേണുവിൻ്റെ കാര്യം. ഉണ്ട്, അതെനിക്കറിയാം. കാരണം എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതേതാ ഈ ചാനൽ? അത് ഞാൻ പുതിയ ചാനലാണ്, ചേച്ചിയുടെ ഇത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ചേച്ചിയുടെ ഗണപതിക്ക് നാളികേരം ഉടച്ച് തുടങ്ങുന്നല്ലേ, ആദ്യം പുതിയൊരു ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് രേണുവിൻ്റെ കാലത്തൊട്ട് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് ചാനൽ തുടങ്ങും. രേണു അങ്ങോട്ട് തിരിഞ്ഞു, രേണു ഇങ്ങോട്ട് തിരിഞ്ഞു, രേണു ബാത്റൂമിൽ പോയി, രേണു മൂക്ക് ചീറ്റി എന്നും പറഞ്ഞുകൊണ്ട് എടുക്കും. എന്നിട്ട് അതെടുത്ത് നമ്മുടെ കയ്യിലോട്ട് ഇടും. നമ്മളത് റിയാക്ട് ചെയ്യും. അവനും റിച്ച്, രേണുവിനും റിച്ച്, നമുക്കും റിച്ച്. എല്ലാം പരസ്പര പൂരകങ്ങളാണ്, എല്ലാവർക്കും റിച്ചാ. വൈറ്റ് കൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഞങ്ങൾ പച്ച പിടിച്ചോളൂ, എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആ ചാനലിന്റെ പേര് പറയുന്നില്ല, നമ്മുടെ ഒരു മീഡിയയാണ്, ചാനൽ മീഡിയ. നമ്മുടെ അങ്ങനെ ഒരു ചാനലില്ലേ, കഥ ഉണ്ടാക്കി പറയുന്നല്ലേ. ഞങ്ങൾ ചാനലുണ്ടെങ്കിൽ ചാനലിൻ്റെ പേര് പറയാമല്ലോ. അങ്ങനെ ഒരു ചാനലില്ല. അല്ലല്ലോ, ഉണ്ട്. രേണു പറഞ്ഞാൽ കറക്റ്റാ, നമുക്ക് കേൾക്കാം. ബൈറ്റ് എടുക്കുന്നത് എന്നോട് പല പ്രാവശ്യം ഓരോ ഷൂട്ട് കഴിയുമ്പോഴും ആ ചേട്ടൻ എന്നോട് വന്ന് പറയും, ഞാൻ രേണുവിന് ഫുഡ് മേടിച്ചു തരാം. എന്താ ചേട്ടാ, രേണു കാരണമാണ് എൻ്റെ ചാനൽ എനിക്ക് ഇത്രയും ക്യാഷ് കിട്ടുന്നുണ്ട്. എപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹം കേട്ടോ പുള്ളിക്ക്. പുള്ളിയുടെ ചാനൽ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ, ഫുള്ളും മില്യൺ അടിച്ച വീഡിയോസാണ് പുള്ളിക്ക്. അപ്പം പുള്ളി ഈയിടെ എന്നെ വിളിച്ചിട്ട്, രേണു ഞാൻ ചേട്ടൻ്റെ ചാനൽ ഇപ്പം കാണുന്നില്ലോ. ഞാൻ നിർത്തി. രേണു ഇനി എന്ന് തിരിച്ചു വരുന്നോ അന്നേ ഞാനിത് തുടങ്ങുന്നുള്ളൂ. കാരണം എനിക്ക് വേറെ ന്യൂസ് ഒന്നും കിട്ടുന്നില്ല. രേണു അതിൻ്റെ അർത്ഥം എന്താ? അവന് കഴിവില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ രേണുവിനെ വെച്ച് മാത്രം റീച്ച് ഉണ്ടാക്കാൻ കെൽപ്പുള്ളവനാണ് അവൻ. അത് രേണു പറഞ്ഞ് കറക്റ്റാണ്. രേണുവിൻ്റെ ഫേസാണ് അവരെ റീച്ച് ഉണ്ടാക്കിയത്. അവന് മറ്റൊരു കണ്ടന്റിൽ റീച്ച് ഉണ്ടാക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അവൻ കഴിവില്ലാത്തവനാണ്, അവൻ ഡിസേർവിങ് അല്ല. അങ്ങനെ നോക്കിയാണ് ബാക്കിയുള്ള ഒരു ചാനൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ രേണുവിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ട് ഒരാളാണ് എന്നും പറഞ്ഞ് രേണുവിനെക്കുറിച്ചുള്ള വീഡിയോ നിർത്തിയപ്പോൾ ഞാൻ നിർത്തിപ്പോയില്ല. അങ്ങനെ നിർത്തിപ്പോവുകയല്ലല്ലോ വേണ്ടത്. നമ്മൾക്ക് നമ്മുടെ ടാലൻറ്റിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മറ്റൊരു കണ്ടന്റ് നമ്മുടെ ചാനലിട്ട് ഓടണം, അത് ഓടുന്ന ലെവലിലേക്ക് കൊണ്ടുവരണം. അതിന് ചിലപ്പോൾ നമ്മൾ ഒത്തിരി പേര് സഹായിക്കും, ഒത്തിരി നമ്മളുടേതായ റിസർച്ചും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. ഇല്ല രേണു നിർത്തി, ഇനി രേണു വന്നാലും ഞാൻ ചെയ്യത്തുള്ളൂ, കച്ചി രേണു തിരിച്ച് വന്നാലും ചെയ്യത്തുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ചാനൽ രേണു അങ്ങ് വിലക്ക് മേടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ പുള്ളീനെ കൊണ്ടൊന്നും കൂടുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു ട്രീറ്റ്മെന്റിന് നമുക്ക് മനോധൈര്യമാണ് ഏറ്റവും, നമ്മുടെ മരുന്ന് നമ്മുടെ ശരീരത്തിൽ പിടിക്കണമെങ്കിൽ മനോധൈര്യം. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഈ ബ്ലോഗേഴ്സ് ഇവരുടെ റീച്ചിന് വേണ്ടിയിട്ടും ഇവരുടെ ഇതിന് ചെയ്തോട്ടെ, അവർ ചെയ്തോട്ടെ, എന്നെ വെച്ചിട്ട് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവരുപയോഗിക്കുന്ന വാക്കുകൾ മനുഷ്യത്വരഹിതമായിട്ടുള്ള വാക്കുകളായിരുന്നു. തിരിച്ച് രേണു ഉപയോഗിക്കുന്ന വാക്കുകളോ? മനുഷ്യത്വരഹിതമായ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അല്ലാതെ ഒരാൾ മാത്രമല്ല മനുഷ്യത്വരഹിതം. ഈ മനുഷ്യത്വരഹിതവും മനുഷ്യത്വമൊക്കെ ഒരുത്തിന് മാത്രം വേണ്ടുന്നല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പോയി. അത് സീറോയും വെട്ടിപ്പൊള്ളത്തില്ല. അതുപോലെ ഇത് വെട്ടിക്കളഞ്ഞു. രേണു തിരിച്ചു അത്യാവശ്യം നല്ല ചീത്ത പലരെയും വിളിച്ചിട്ടുണ്ട്. എന്നെ എന്തൊക്കെ വിളിച്ച്? ഞാൻ ഇന്ന് വരെ ഒരു ചീത്ത രേണുവിനെ വിളിച്ചിട്ടുണ്ടോ? അനാവശ്യമായ അശ്ലീലം എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ചീത്ത വാക്കുകളോ തെറിയോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് എന്നെ എന്തൊക്കെ പറഞ്ഞുതരട്ടെ ലൈവിനകത്ത്. എന്നിട്ടും മാന്യനായി ഞാൻ ആ ലൈവിൻ്റെ 2ാം ഭാഗം ചെയ്തില്ല. അതിനുശേഷം രേണു ചെയ്തൊരു ലൈവ് ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. അതാണ് സ്നേഹം. കണ്ടോ? ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ മനുഷ്യത്വരഹിതമാണെന്ന് എനിക്കറിയാം. ചേച്ചിൻ്റെ അടുത്ത് അത് ചോദിക്കുന്നതുകൊണ്ട് എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത് ആളുകൾ അറിയണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഞാൻ ഈ ഒരു പോസ്റ്റർ, ഒരു തംബ്നെയിൽ കാണിക്കാം. ആ തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. ഇതാണ് ആ തംബ്നെയിൽ വരുന്നത്. ഇതിനകത്ത് വരുന്നത് ചേച്ചിയുടെ പടവും വെച്ചിട്ടുണ്ട്, കിച്ചുവിൻ്റെ പടവും വെച്ചിട്ടുണ്ട്, പിന്നെ ആ വ്ളോഗറുടെ പടവും വെച്ചിട്ടുണ്ട്. എന്തോ ഒരു റൈറ്റപ്പ് ഇത് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കണ്ടന്റ് ഇതാണ്: ഗർഭമാക്കിയോ? കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചോ? സത്യം ഇത്. കിച്ചു രേണുവിനോട് മോശമായി പെരുമാറിയോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഈ സത്യം നിങ്ങൾ അറിയണം. പിന്നെ രേണുവിന്റെ ഗർഭം, പിന്നെ ഒരു മോർ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നി ഗർഭക്കഥ എനിക്ക് തോന്നുന്നത് ഞാൻ ബിഗ് ബോസിൽ ആയിരുന്നപ്പം ഇറങ്ങിയ സംഭവമാണ്. ഞാൻ ഇറങ്ങിയ ഉടനെ മുൻ ബിഗ് ബോസ് താരവും എൻ്റെ ഒരു ഫ്രണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അവരെയൊക്കെ, ഞാൻ ഫ്രണ്ടെന്ന് കരുതിയ ഒരാൾ എന്നെ പറ്റി ഇറക്കിയ ഒരു സംഭവമാണ്. ഹനാനാണ് ഈ ഫ്രണ്ടെന്ന് കരുതിയ ഒരാൾ. ഈ ഹനാനോട് വല്ലതും പറഞ്ഞ് ഈ ഫ്രണ്ടെന്ന് കരുതിയപ്പോൾ മനസ്സ് തുറന്ന കാര്യം വല്ലതും ആണോ ഹനാൻ പറഞ്ഞത്? അല്ല, സംശയം കൊണ്ട് ചോദിച്ചാട്ടോ. ഫ്രണ്ടെന്ന് കരുതിയ ഒരാൾ ഇപ്പം ഫ്രണ്ടല്ലെന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ മനസ്സ് തുറന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഹനാൻ അത് കേട്ടിട്ട് ഒരു അവസരം വന്നപ്പോഴത്ത് ചാമ്പിയതാണോ? ആണോ? ഈ ആങ്കർ ചോദിച്ച ചോദ്യമാണ് അൽക്കിടിലം. ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ എന്തൊരു വിഷമം വരുമെന്നറിയാമോ? അത് കാണുമ്പോൾ നമ്മൾ തന്നെ ഓർക്കും, ഇതൊക്കെ എന്ത് വൃത്തികെട്ട സാധനങ്ങളാണ്, ഇതൊക്കെ എങ്ങനെ പറയുന്നതെന്നുള്ളതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കട്ടോ. ഗർഭിണിയാക്കിയിരുന്നോ? ഇല്ല, മറ്റേ മോൻ ഗർഭിണിയാക്കിയിരുന്നോ? അതെന്തൊരു ചോദ്യം അത്? അപ്പം നിങ്ങളത് സെൻസർ ചെയ്യണമായിരുന്നു. നിങ്ങൾ ആ സാധനം അതേപോലെ വായിച്ച് കേൾപ്പിച്ചിട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് അറപ്പും വെറുപ്പും മോജസ്സും തേജസ്സും ഉണ്ടായി. പക്ഷേ എന്തെങ്കിലും ചെയ്തായിരുന്നോ? അപ്പം അത് പറയുന്നില്ലേ, ബാക്കിയേക്കാം. ഞാൻ സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം ഞാൻ വീണ്ടും അത് കുത്തിപ്പൊക്കുക എന്ന് കരുതരുത്, ഞാനത് സംസാരിക്കട്ടെ. സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി, അബോഷനാക്കി എന്ന് പറയുന്നത് ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാന്ന് തോന്നുന്നു ഈ വൃത്തികെട്ട ഈ വ്ളോഗർ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. ഇതിനെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ്? അതിൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? അത് ഇവന്റെ വീട്ടിലെ ഈ വ്ളോഗറിന്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കും അവനവന്റെ വായിലൂടെ സംസാരിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം പൊന്നടാവേ, ഇത് അതുൽ ബ്ലോഗ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ അത്യാവശ്യം മറുപടി കൊടുത്തിട്ടുമുണ്ട്. അപ്പം ഇതിനകത്ത് പറയാനുള്ളൊരു സാധനം, ഹനാനാണ് ഈ ഒരു സാധനം കൊണ്ടുവരുന്നത്. രേണുവിനെ ഇതുപോലെ പ്രഗ്നൻ്റ് ആണ്, അബോർട്ട് ചെയ്തു എന്നൊക്കെയുള്ള സാധനം. അതിനകത്ത് പിന്നെ എവിടേക്കോ അത് പുള്ളിക്കാരിയുടെ വളർത്തു മകൻ്റെ പെടലിക്കോട്ടും വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയാൻ പാടില്ല, സത്യമായിട്ടും എനിക്കറിയാൻ പാടില്ല. ഇത് രേണു പറയാത്തിടത്തോളം കാലം ഞാൻ ഈ സാധനം വിശ്വസിക്കത്തില്ല. കിച്ചു പറയാത്തിടത്തോളം കാലം ഞാൻ ഈ സാധനം വിശ്വസിക്കുന്നില്ല. അത് രേണുവിനെതിരെ വന്നൊരു കിംവദന്തി കഥയായിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇതാണ് അതിലിട്ട ആ ഒരു സാധനം. അതിലിട്ട ആ ഒരു സാധനം ഈ ഒരു കാലഘട്ടത്തിലിട്ട്, ഇത് തന്നെയാണ് എക്സാക്ട് സാധനം എന്ന് എനിക്കറിയത്തില്ല. അയ്യോ, ഇതല്ലല്ലോ, സാധനം മാറിപ്പോയി. ഞാൻ ആ സാധനം ഇട്ടേക്കാം. ഇതിനകത്ത് ഇത് 1 മാസം മുമ്പിട്ട ഒരു സ്റ്റോറി, ഒരു തംബ്നെയിലാണ് ഇവരെടുത്തിട്ട് പറഞ്ഞത്. ഇത് ഇപ്പം ചോദിക്കേണ്ട കാര്യം എന്താ? റീച്ചൊക്കെ പോയല്ലേ? റീച്ചൊന്നും ഇല്ലല്ലേ? റീച്ചൊന്നും ഇല്ലാത്ത സമയത്ത് എന്നാൽ പിന്നെ വീണ്ടും കിച്ചുവിൻ്റെ മണ്ടക്കോട്ട് പടലിക്കോട്ട് കയറിയേക്കാം എന്ന് വിചാരിച്ച് കയറിയത് അല്ലായിരിക്കും അല്ലേ? അപ്പോൾ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് രേണു വെരി ബ്രില്യൻ്റ് ആണ്, രേണു നിന്നെയൊക്കെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് റീച്ച് ഉണ്ടാക്കിയെന്ന്. നിങ്ങൾ ശരിക്കും ചിന്തിക്കുന്നുണ്ടോ നമ്മളിത് മനസ്സിലാവാതെ ഇരുന്ന് റീച്ച് ചെയ്യുന്നത്, മീൻസ് വീഡിയോ റിയാക്ട് ചെയ്യുന്നതെന്ന്? നമുക്കറിയാം രേണു നമ്മളെ കൊണ്ട് റിയാക്ട് ചെയ്യിക്കാൻ അത് ചെയ്യുന്നതെന്ന്. രേണുവിനറിയാം നമ്മളിത് റിയാക്ട് ചെയ്യുന്നത് രേണുവിന് ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പലരും റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കും അറിയാം. ഇത് 2 പേർക്ക് റീച്ചാണ്. രേണുവിന് റീച്ചാണ്, കാശ് കിട്ടും. റിയാക്ട് ചെയ്യുന്നത് നമുക്ക് റീച്ചാണ്, കാശ് കിട്ടും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് മക്കളെ. അത് മനസ്സിലാക്കാത്ത കുറേ രേണുവിനെ മാത്രം വാഴ്ത്തിപ്പാടുന്ന കുറേ മക്കൾ വരും. ബാക്കിയേക്കാം. ഈ വ്ളോഗർ, ഈ സ്ത്രീ അവരുടെ വീട്ടിൽ പോവുകയും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോവുകയും
എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഈ വളർത്തുമകനും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു സ്ത്രീ എന്നെ ഈ അപമാനിക്കുന്നതും എന്നെ ഈ ദ്രോഹിക്കുന്നതും. ഇതെല്ലാം എൻ്റെ വളർത്തുമകനും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും അറിയാവുന്ന കാര്യം. ഇന്ന് വരെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഒരു നെഗറ്റീവും ഞാൻ പറഞ്ഞില്ല. പക്ഷെ എനിക്ക് ഇന്ന് പറയണം. യെസ്, അതാണ് ചരിത്രം തിരുത്തി കുറിക്കാൻ വേണ്ടി രേണു വന്നിരിക്കുകയാണ്. ഇത്രയും നാളായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിനെയും എൻ്റെ മോനെയും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ഇത് പറഞ്ഞു തീർക്കുന്നവരെ നിയമപരമായും കായികപരമായും നേരിടും എന്നും പറഞ്ഞിട്ട് രേണു പറഞ്ഞിങ്ങോട്ട് തുടങ്ങുകയാണ്. ഇത്രയും നാളായിട്ട് കുറ്റം പറഞ്ഞില്ല, പക്ഷേ ഇനി ഞാൻ പറയും ചരിത്രം തിരുത്തി കുറിക്കുകയാണ്. അപ്പോൾ ഇന്നത്തോടുകൂടി അവരെ കുറ്റം പറഞ്ഞിട്ടില്ല എന്നുള്ള ചരിത്രം തിരുത്തി രേണു പറയുന്ന കുറ്റം നമുക്ക് കേൾക്കാം. എനിക്കിന്ന് പറയണം. ഇനി ഇതിൻ്റെ പേരിൽ ഇനി വിവാദം ഉണ്ടായാലും ഇതിൻ്റെ അടിയിൽ വന്ന് നെഗറ്റീവ് വിവാദം ഉണ്ടാകുകയല്ലല്ലോ, വിവാദം ഉണ്ടാക്കുകയല്ലേ, വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. അപ്പോൾ ഉണ്ടാവട്ടെ, ആരംഭിക്കട്ടെ. കമൻസ് കൊണ്ട് എന്നെ മൂടിയാലും എന്നെ ശപിച്ചാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് നല്ല ആളുകൾ എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ താഴെ വീഴത്തില്ല. എനിക്ക് പറയണം, ഈ സ്ത്രീ അന്ന് ഈ വീട്ടിൽ വന്നപ്പം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പം ഇവരെന്തുകൊണ്ട് അവരെ സൽക്കരിച്ച് അതിനകത്ത് കയറ്റി? എന്നിട്ട് വലിയ വായിൽ പോസ്റ്റ് ഇട്ടല്ലോ, കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഷെഫീന ബീവി കിച്ചുവിൻ്റെ വീട്ടിൽ പോയ കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ വീട്ടിൽ പോകുന്ന സമയത്ത് എന്നെ നെഗറ്റീവ് പറയുന്നത് അവരെ എന്തിനവർ വീട്ടിൽ കയറ്റി എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളെ എതിർത്തൊരാളെ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ആശയങ്ങളെ അവർ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എന്ന് ഒന്നാമത്തെ അർത്ഥം. അല്ലെങ്കിൽ വീട്ടിൽ വന്നൊരാളെ ആതിഥ്യ മര്യാദയോടെ സൽക്കരിച്ച് വിട്ടു ശത്രുവാണെങ്കിൽ പോലും എന്നത് രണ്ടാമത്തെ അർത്ഥം. ഇതിലേതെങ്കിലും ആകാം. അല്ലാതെ ഒരുമാതിരി ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലോട്ട് കൊണ്ടുപോകുമ്പോൾ മൊബൈലും അടുത്ത് പിടിച്ച് പോയിട്ട് പുറത്തു പറയാൻ പറ്റാത്ത തെറി പറയുന്ന ചെന്നെ പോലെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവർ മാന്യമായിട്ട് ഇറക്കി വിട്ടതായിരിക്കും നമുക്ക് വിചാരിക്കാം. എനിക്കറിയത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രേണു ചിന്തിക്കുന്നുണ്ടോ സന്ദീപ് ഇടപ്പാളിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് രേണുവിൻ്റെ അച്ഛൻ വന്ന് വിളിച്ച ചീത്ത റൈറ്റ് ആയിരുന്നു, കറക്റ്റ് ആയിരുന്നു എന്ന് രേണു ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ ഓരോ കുടുംബക്കാരും കാണിക്കുന്നൊരു മര്യാദയുണ്ട്. അന്ന് അത് നിങ്ങളോട്ട് ബാധിക്കുന്ന കേസുമല്ല. നിങ്ങൾ അവിടെ പോയി വീണ്ടും നിങ്ങൾ അച്ഛൻ പ്രവോക്ക് ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് പിന്നെ എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി കൊടുക്കുന്നതല്ല, അതിനകത്ത് എന്ത് മര്യാദയുള്ളത്? എന്തായാലും പൊട്ടട്ടെ. എനിക്കെന്ത് കുരു പൊട്ടാനാ? 11 വയസ്സിൽ തള്ള പോലും സ്വന്തം പെറ്റതള്ള അന്ന് ഉണ്ടായിരുന്നു. പിന്നെയാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയും രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെയും കൂടെ ഞാൻ നോക്കിയതാണോ തെറ്റ്? അത് തെറ്റൊന്നുമല്ല. അതിനകത്തൊക്കെ ഞാൻ രേണുവിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. രേണു വളരെ നല്ല കാര്യമാണ് ചെയ്തത്. ആ കൊച്ചിനെ അത്രയും നാൾ നോക്കി വളർത്തി. അപ്പോൾ എനിക്ക് കിച്ചു പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോടും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. പ്രശ്നമുള്ളവരുടെ പ്രശ്നം തീരട്ടെ, ഞാൻ പോയി കാണാൻ പോകും, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോടും എനിക്ക് അഭിപ്രായമില്ല. കിച്ചു അവിടെ ചെന്നിട്ട് രേണുവിനെ കാണാതെ പോയി എന്ന് പറയുന്നു, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. മകനാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ ഐസിയുലാണെങ്കിൽ പോലും കാണാൻ ഒരു അവസരം കിട്ടിയേനെ. കിച്ചു അത് വേണ്ടെന്ന് വെച്ചതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അത് ചെയ്യായിരുന്നു. അത് കിച്ചുവിൻ്റെ ഭാഗത്തെ ഒരു വലിയ മിസ്റ്റേക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ രേണു കൊടുത്തിട്ടുള്ള അടി ചില്ലറൊന്നും അല്ലല്ലോ. നമ്മൾ ബാക്കിയൊക്കെ എന്നിട്ട് ഞാൻ പറയാം. അടി സ്നേഹിച്ച് ആ കുഞ്ഞിനെ ഞാൻ ബോർഡിങ് നിർത്തിയോ? ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല 11 വയസ്സുള്ള കുട്ടീനെ. ആ 11 വയസ്സ് തൊട്ട് ഈ 18 സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞും 1 വർഷം എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാനൊരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അതാ പ്രശ്നം. അതാണ് അവനും അവൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞേ. എനിക്കൊരു കെയർ കിട്ടിയിട്ടില്ല, എന്നെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഞാൻ പല ലഹരി പദാർത്ഥങ്ങൾക്കും അടിമയായത് അവരറിഞ്ഞിട്ട് കൂടിയില്ല. നിങ്ങളുടെ നോട്ടത്തിൻ്റെ പ്രശ്നം തന്നെയാണോ? അവനല്ലാതെ നിങ്ങൾ മിണ്ടിയെന്നോ ഉപദ്രവിച്ചെന്നോ വഴക്കുറഞ്ഞൊന്നും പറഞ്ഞില്ല. നിങ്ങൾ അവന് കൊടുക്കേണ്ട സ്നേഹവും കെയറും കൊടുത്തില്ലെന്നല്ലേ അവൻ പറഞ്ഞത്. അപ്പം അത് കറക്റ്റല്ലേ? ഇപ്പം താക്കോൽ എവിടെയുള്ളത്? മരുന്ന് ഡപ്പയിൽ തന്നെ ഇല്ലേ? അത് തന്നെ അവൻ പറഞ്ഞത്. അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ മറന്ന് ക്ഷമിച്ചു ഞാൻ മുന്നോട്ട് പോയതാണ്. എനിക്ക് അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇത്രയൊക്കെ അറിയാം. എന്നെ പലപ്പോഴും ദ്രോഹിച്ച് ഈ സ്ത്രീയെ വീട്ടിൽ കയറ്റി ഇരുത്തണമെങ്കിൽ ഇവരെന്തുകൊണ്ട് എന്നെ അപ്പം എന്താണ് ഇവർ മനസ്സിലാക്കി? ഇവരൊന്ന് ചിന്തിക്കണം. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണം. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണമായിരുന്നു. എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സുധിയുടെ ഭാര്യയാണ് അവൾ. ഒന്നും വേണ്ട. തിരിച്ചെപ്പോഴും ചിന്തിച്ചായിരുന്നോ? എൻ്റെ ഭർത്താവ് സുധിയുടെ അച്ഛനാണത്, അമ്മയാണത്, മോനാണത് എപ്പോഴും തിരിച്ച് ചിന്തിച്ചായിരുന്നോ? ഇവിടെ എറണാകുളത്തുനിന്ന് കൊല്ലത്തൊരു ഇനോഗ്രേഷൻ വന്നപ്പോഴത്തേനും അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, സുധിയുടെ വീട്ടിൽ പോകുന്നുണ്ടോന്നു. അത് അങ്ങ് പൊളയത്തോടെ പള്ളിമുക്ക് വരെ പോകണം, ഭയങ്കര ദൂരമാണ്. കുണ്ട്ര വന്നപ്പോൾ 13 കിലോമീറ്റർ നിങ്ങൾക്ക് പോകാൻ വയ്യ. നിങ്ങൾ കോട്ടയത്ത് നിന്ന് കൊല്ലം വരെ വന്നപ്പോൾ നിങ്ങൾക്ക് അവിടെ വരെ പോലും പോകാൻ വയ്യ. അപ്പോൾ താങ്കൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല അതെൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്, എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനാണ്, എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെയും ഭർത്താവിൻ്റെ മോൻ, കറക്റ്റാ, ഭർത്താവിൻ്റെ മോൻ അവിടെ ഉണ്ട് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചില്ല? ഈ ചിന്ത ഒരാൾക്ക് മാത്രം വന്നപ്പോഴല്ലോ. കിച്ചു ചെയ്ത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇവർ രണ്ടും അടിപൊളി കടോസ്കിയ. നമുക്ക് ഒരാളെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ബാക്കിയേക്കാം.
അവൻ്റെ കുഞ്ഞിൻ്റെ ഒരു അമ്മയും കൂടാണ്. ആ രാഹുൽദാസ് മാത്രമല്ല ശ്രുതിക്ക് മകൻ, മൃദുൽദാസും ഉണ്ട്. ചിന്തിക്കണമായിരുന്നു. ഒന്നും ആട്ടെ, അവർ കയറി വന്നെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞു വിടണമായിരുന്നു അവരെ. നിങ്ങൾ എൻ്റെ മരുമകളെ പറ്റി ആവശ്യമില്ലാത്ത പറയുന്നതാണ്, അല്ലെങ്കിൽ ഈ രേണുവിനെ പറ്റി നിങ്ങൾ എന്തിനാ വെറുതെ കുടുംബം കലക്കുന്നത്? ആ അമ്മയും മകനും ഇപ്പം മര്യാദയ്ക്ക് പോവല്ലേ ആ ബന്ധം? അന്ന് തൊട്ടാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. ഞാൻ എന്തായാലും എൻ്റെ ഇളയ മകനോട് ഞാൻ പറയുന്നില്ല നീ അവരെ വേണ്ട ഇവിടെ വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. രേണു പറഞ്ഞൊരു സാധനം ന്യായമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അവർ ഷെഫീന ബീവി ഇവിടെ ചെന്നപ്പോഴത്തേനും അവർ ഫോട്ടോ പോസ്റ്റ് ചെയ്താണ് പ്രശ്നം. വളരെ നല്ല രീതിക്ക് അവരെ സൽക്കരിച്ച് വിടായിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോ രേണുവായിട്ടുള്ള പ്രശ്നം കുടുംബിരി കൊണ്ടുവന്ന സമയത്ത് വന്നതാണ് രേണുവിനെ പ്രകോപിപ്പിച്ചത്. സ്വാഭാവികം, അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് രേണുവിൻ്റെ ഭാഗത്ത് ഒരു പോയിന്റ് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന കേട്ടോ. അത് രേണു കറക്റ്റ്. 11 വയസ്സ് തൊട്ട് ഞാൻ നോക്കിയതാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പൊക്കി പിടിക്കുന്ന എത്ര നേരമാണോ ഈ 11 വയസ്സിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഇതെങ്ങനെയാ എഴുതി, എംപോസിഷൻ എഴുതി പഠിച്ചതാണോ? ഏത് ചോദ്യം ചോദിച്ചാലും 11 വയസ്സ് മുതൽ ഞാൻ അവനെ നോക്കിയതാ, 7 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ 11 വയസ്സ് മുതൽ 7 വർഷം. ഇനി അത് വേണ്ട, 11/7 എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ മനസ്സിലാക്കിക്കോളാം, മറ്റേ കോടതിയിലൊക്കെ കേസ് വിളിക്കുന്ന പോലെ അങ്ങനെ പറഞ്ഞാൽ മതി. എത്ര തവണ ഇത് പറയുന്നേ? ഇത് കണക്ക് പറ്റുബുക്കിൽ എഴുതി വെച്ചിരിക്കുകയായിരുന്നോ? ഉണ്ടല്ലോ ഈ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എന്താണെന്ന അമ്മ ഞാൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് ഇവൻ എന്താണ് അവിടെ പോയി നിൽക്കായിരുന്നത്? ഇന്ന് 22 വയസ്സുള്ള യുവാവാണ് അവൻ. ഇന്ന് പൈസ ഉണ്ട് ആവശ്യത്തിന്. അന്നൊന്നും ഇല്ലായിരുന്നപ്പോൾ ഞാനുണ്ടായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നെന്ന്. എന്താണ് മനസ്സിലായി? എനിക്ക് വിഷമമുണ്ട്, ദണ്ണമുണ്ട്. ദണ്ണമുണ്ടല്ലേ? ദണ്ണമുണ്ട്. എന്തിനാ ദണ്ണമുള്ളത്? ഈ പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ അവനെ നോക്കി, പൈസ ഉള്ളപ്പോൾ അവൻ എന്നോട് മാറി. അപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അവൻ നിങ്ങളെ ചുറ്റിപ്പറ്റി നിന്നത്. ആന്നേ, ശരി, ദണ്ണമുണ്ട്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. രേണു സുധിക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരുന്ന സമയത്ത് രേണുവിന് വീട് വെച്ച് തന്ന കുറേ ടീമുകളുണ്ടായിരുന്നു. അതിലെത്ര പേരോട് രേണു മര്യാദയ്ക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്? ആ ഒരു സമയത്തോ ഇപ്പോഴോ? ഈ ഫിറോസിക്കായിട്ടൊക്കെ ഇപ്പോൾ ഉള്ള ഒരു അടുപ്പം എങ്ങനെയാ? അങ്ങനെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞ് അങ്ങേർക്കപ്പോൾ എന്തോരം ദണ്ണം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്ക് വാടക കൊടുക്കാൻ വകുപ്പില്ലാതിരുന്ന സമയത്ത് നിങ്ങളൊരു വാടക വീട്ടിൽ താമസിപ്പിക്കുകയും ആ വാടക വീട്ടിൽ നിരന്തരമായിട്ട് വാടക കൊടുക്കാനില്ലാതിരുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അയാൾക്ക് എന്ത് ദണ്ണം ഉണ്ടാവും? അപ്പോൾ ഈ ദണ്ണം ഒരാൾക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ. ഓക്കെ, ബാക്കിയാ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഞാൻ പറയത്തില്ലായിരുന്നു ഇന്ന് വരെ. എൻ്റെ നാക്ക് ഒരു നെഗറ്റീവ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റിയോ എൻ്റെ വളർത്തു മകനെ പറ്റിയോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ട വന്നു. അത്ര ഞാൻ അനുഭവിച്ചു. ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് പോലും ഒരു നോക്ക് എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരുടെ വിഷമം, ആരുടെ വിഷമം തീർക്കട്ടെ എന്ന്. ആരുടെ വിഷമം രാഹുൽ ഇന്ന് വരെ വിളിച്ചു. ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടേക്കുക. പിന്നെ അങ്ങനെ വിളിക്കുന്നേ ബ്ലോക്ക് ആക്കിയിട്ടേക്കുക, അതുകൊണ്ട് വിളിച്ചില്ലെന്ന് പറയുന്നു. പക്ഷെ അത് കിച്ചു പ്രോപ്പറായിട്ടല്ല റെസ്പോണ്ട് ചെയ്തതെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. കിച്ചുവിൻ്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് ഭയങ്കര മോശമായിപ്പോയി. അവർ വയ്യാതെ കിടന്ന സമയത്ത് അവർ കോൺടാക്ട് ചെയ്യായിരുന്നു. ഞാനുണ്ടല്ല, ഞാൻ രേണു വയ്യാതെ കിടന്നപ്പോൾ രേണുവിനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൂടെ ഉണ്ടോ എന്നും പറഞ്ഞിട്ട്. പക്ഷേ രേണു ഇന്ന് വരെ തുറന്നു നോക്കിയിട്ടില്ല. എന്നാലും അതൊരു മര്യാദയാണ്. ഒരാൾ വയ്യാതെ കിടക്കുമ്പോൾ നമ്മൾ എന്തൊരു ശത്രുതയാണെങ്കിലും അടുപ്പമാണെങ്കിലും അവരൊന്ന് അക്നോളജ് ചെയ്യുക എന്നുള്ളത് ഒരു ബേസിക് മര്യാദയാണ്. അത് കിച്ചു ചെയ്തില്ല, എത്ര അറിയാവുന്ന ആളായിട്ട് പോലും ചെയ്തില്ല. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. എനിക്ക് മനസ്സിന് ഒരു സാക്ഷിയുണ്ട്, മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം. അതുകൊണ്ട് അത് ഇദ്ദേഹത്തോടുള്ള ഒരൊറ്റ ഇതുകൊണ്ട്. അല്ലെങ്കിൽ ഇദ്ദേഹം ജനിപ്പിച്ച രണ്ടാമതൊരു മകനുണ്ട്, ആരും അന്വേഷിക്കത്തെ, അല്ലെങ്കിൽ ആരും പേര് പറയാത്തൊരു മകനുണ്ട് ഇയാള് ജനിപ്പിച്ച്. അങ്ങനെ ഇയാളെന്ന് പറഞ്ഞാൽ കൊല്ലം സുജനെ തന്നെയല്ലേ അയാൾ എന്നൊക്കെ പറയുന്നത്? നല്ല ബഹുമാനം എന്നെ പറയാ. ആ കൊച്ചിന് വേണ്ടിയിട്ടായിരിക്കും ഞാനിപ്പോൾ ചിത്ര പറഞ്ഞ പോലെ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത്. ആ കുഞ്ഞിന് ഒരു ഭാവി ഉള്ളതാ, അത് വളർന്നു വരേണ്ടതാ. അതുകൊണ്ട് അങ്ങനെ ഒരു ബോധ്യമുണ്ട്. ഏതാ മറ്റേ ഋതപ്പന് വളർന്നു വരേണ്ടതാ, അവനൊരു ഭാവി, അങ്ങനൊരു ചിന്താഗതിയുണ്ട്. ഈ ഋതപ്പൻ വളർന്നു വരുമ്പോൾ അവൻ്റെ ഭാവി ഭൂതമാകാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? വളർന്നു വരുമ്പോൾ അവൻ ഈ സബ്സ്ക്രിപ്ഷൻ, ഈ കാട്ടിക്കൂട്ടിയ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അവൻ്റെ ഭാവി സൂപ്പറായിരിക്കും അല്ലേ? അപ്പോൾ അവൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭൂതകാലത്തിൽ വരെ അവൻ വിഷമിക്കും. ഭാവിയും ഭൂതവും നമ്മുടെ കാര്യം ന്യായീകരിക്കാൻ വേണ്ടി മാത്രമല്ല അടിച്ചുവിടേണ്ടത്. ആ ചെറുക്കൻ്റെ ഭാവിയിൽ നിങ്ങൾക്ക് ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന പല കാര്യങ്ങളും അപരാധമാണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞേനെ. അത് നമുക്ക് കുഴപ്പമില്ലല്ലോ, നമ്മൾ നൈസായിട്ട് ഒരു വഴി കൂടെ പോകുമല്ലോ, നമുക്ക് കാശ് കിട്ടിയ മതിയല്ലോ. ട്രീറ്റ്മെൻറ്റിന് പൈസ വേണ്ടേ? അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് പൈസ ഉണ്ടാക്കുന്നത്? നിങ്ങൾ അന്ന് യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ മതിയായിരുന്നല്ലോ. നിങ്ങൾക്ക് എനിക്കറിയാലോ എന്നെ റവന്യൂ കിട്ടുമെന്നുള്ള സാധനം. നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോ ഇട്ടാൽ മതിയായിരുന്നല്ലോ, നിങ്ങൾക്ക് റവന്യൂ കിട്ടിയതന്നെയല്ലോ. ഉമ്മ വന്നിരുന്നെങ്കിൽ ഫിലോസഫി അടിച്ചങ്ങ് വിടുക. പല കാര്യങ്ങളും ഞാൻ മറച്ചു വെക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് നാളെ ഋതപ്പൻ വളർന്നു വരുന്ന ആ ഒരു ടൈമിൽ സോഷ്യൽ മീഡിയ കാണുമ്പോൾ
അതിന് ചേച്ചി എന്തെങ്കിലും പേടിക്കുന്നുണ്ടോ? ഒരു പേടിയില്ല ചിത്ര. എനിക്ക് പറയാനുള്ള വാക്കുകൾ എന്നെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കുഞ്ഞ് ഇത്രയും ഉണ്ടെങ്കിലും അവൻ എന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് എന്നെക്കാൾ അറിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഞാൻ ഈ എൻ്റെ മുടി ഇത് വിഗാണ് ചിത്ര. അതിന് ചോദിച്ച ചോദ്യം അതല്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ ചേച്ചി കാണിച്ചു വെച്ച കിടുങ്ങാ പോർത്തിട്ട് കൊച്ചു വളർന്നു വരുമ്പോൾ പേടിയുണ്ടോ? ഇതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം എൻ്റെ മുടി വിഗ് കേട്ടോ എന്ന് പറഞ്ഞ് മുടിയൊക്കെ ഊരി അത് ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ആക്കി അവിടെ ഒരു കരച്ചിൽ ജനറേറ്റ് ചെയ്ത് ആ ചോദ്യം എന്ത് ചെയ്യും? അത് മുങ്ങി. കടലിൽ മുങ്ങിയാൽ പോലും ഇത്ര ആഴത്തിൽ മുങ്ങത്തില്ല, അതുപോലെ മുങ്ങലങ്ങ് മുങ്ങിയ ചോദ്യം. ആ ചോദ്യം തന്നെ സ്കിപ്പ് അടിപ്പിച്ച് കളഞ്ഞ്. ചോദ്യത്തിനുള്ള മറുപടി അല്ല വന്നത്. നാളെ നിങ്ങളുടെ മോൻ സോഷ്യൽ മീഡിയയിലുള്ള ഈ സാധനം കാണുമോ എന്ന് നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ. അന്നേരം ഉടനെ മുടി വിഗ് എന്താ അത്? എനിക്ക് വിഷമമുണ്ട് നിങ്ങളുടെ മുടി പോയതിലൊക്കെ. എനിക്ക് അതിയായ വിഷമമുണ്ട്. നിങ്ങളുടെ ആ ഒരു മുടിയായിരുന്നു നിങ്ങളുടെ ഒരു സൗന്ദര്യത്തിൻ്റെ പ്രധാനമായിട്ടൊരു സാധനം. അതൊക്കെ പോയതിൽ വിഷമമുണ്ട്. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ തിരിച്ച് വളർന്ന് വന്നോളും. പക്ഷേ നമ്മൾ ചെയ്ത് കൂട്ടുന്ന നമ്മളെ കുറേ ആക്ടിവിറ്റീസ് ഇല്ലേ, നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണ്ടേ? എന്ത് കാര്യം? ഇപ്പോഴത്തെ കാര്യം നടക്കണം, അത്രേ ഉള്ളൂ കാര്യം. പരിസരം നിരീക്ഷിക്കാനോ? ഞാൻ ഇനി എഴുന്നേക്കത്തില്ലെന്ന് അറിയാനോ? അതാണോ വന്നത്? എന്നിട്ട് ഒരു വീഡിയോ ഇറക്കിയല്ലോ അമ്മയുടെ സബ്സ്ക്രിപ്ഷൻ. ആ സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസയും കൊടുത്തിട്ടുണ്ടല്ലോ, ഒരുപാട് പൈസ. ഞാൻ രേണു കുറച്ച് നേരം കൊണ്ട് പറയുന്നുണ്ട് ഋതപ്പൻ അല്ല കിച്ചു ഇത്ര നാളൊന്നിച്ചുണ്ടായിരുന്നു അത്ര നാളൊന്നിച്ചുണ്ടായിരുന്നു എന്നൊക്കെ. കിച്ചുവിന് എപ്പം മുതലാണ് രേണുവിനോട് ഈ എതിർപ്പ് വന്നത്? സബ്സ്ക്രിപ്ഷൻ, അതിലൂടെയാണ് എതിർപ്പ് വന്നത്. അതേ എതിർപ്പ് നിങ്ങളുടെ രണ്ടാമത്തെ മകനും വരും നിങ്ങളത് വീണ്ടും തുടരുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഈ സാധനം താങ്ങി മാഞ്ഞ് നിങ്ങളുടെ ഈ വന്ന അസുഖവും നിങ്ങളുടെ വയ്യായ്മയൊക്കെ വെച്ചിട്ട് അത് ബാലൻസ് ചെയ്തങ്ങ് പോകും. അല്ലെങ്കിൽ ഇനി വീണ്ടും ആ സാധനങ്ങളൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ മറ്റവന് നിങ്ങളെ ഓപ്പോസിറ്റ് പറയും, നിങ്ങളെ എതിർത്ത് പറയും. സ്വന്തം അമ്മയെക്കുറിച്ച് തൻ്റെ കൂട്ടുകാരോ നാട്ടുകാരോ അപമാനിച്ച് പറയുന്നത് അവന് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ കിച്ചു നിങ്ങൾക്കെതിരെ നിന്നത് ഈ സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ടാ. അതിൽ നിന്ന് പൈസ എടുത്ത് നീ ഞണ്ണിയില്ലേടാന്ന് ചോദിക്കുമ്പോൾ തിരിച്ചും പല ചോദ്യങ്ങളും വരും. പല ചോദ്യങ്ങളും തിരിച്ചങ്ങോട്ടും വരും. കയ്യിൽ 5 പൈസ ഇല്ല, കുറേ കള്ളക്കടത്ത് നടത്തി, ഹവാല ഇടപാട് നടത്തി, ലഹരിയുടെ സെയിൽ നടത്തി, കാശുണ്ടാക്കി ഞണ്ണിയിട്ട് അത് ശരിയാണെന്ന് പറയുന്നതാണോ അതിൻ്റെ യാഥാർത്ഥ്യം? അതിൻ്റെ ശരി? നിങ്ങൾ പണം ഉണ്ടാക്കിയത് തെറ്റായ രീതിയിലൂടെയാണ്. സബ്സ്ക്രിപ്ഷൻ തെറ്റായ രീതിയിലല്ല. സബ്സ്ക്രിപ്ഷനകത്ത് നിങ്ങൾ കാണിച്ച സാധനങ്ങൾ തെറ്റാണ്. എനിക്കിപ്പോഴും രേണു ചെയ്ത പല കാര്യങ്ങളോട് യാതൊരു യോജിപ്പുമില്ല, എനിക്കതിനോട് യോജിക്കാൻ പറ്റത്തുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പൈസ ഉണ്ടാക്കി അതിൽ നീ മേടിച്ച് തിന്നില്ലടാൻ ചോദിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പോൾ രേണുവിനറിയാം സബ്സ്ക്രിപ്ഷൻ മോശമാണ്. അതിൽ നിന്നും അവൻ മേടിച്ച് തിന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അത് മോശമാണെന്നറിയാം. അപ്പോൾ അവൻ ആ സബ്സ്ക്രിപ്ഷൻ നിർത്താൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഫെയിം ഉണ്ട്, നിങ്ങൾക്ക് ഇനോഗ്രേഷൻസ് ഉണ്ട്, നിങ്ങളൊരു ബിഗ് ബോസ് ഫെയിമാണ്, നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള നിരവധി വഴികൾ നിങ്ങൾക്ക് മുമ്പിൽ ഇരുന്നിട്ട് പോലും ഇല്ല ഞാൻ അതിലൂടെ തന്നെ സമ്പാദിക്കും എന്ന് പറഞ്ഞിരുന്നിട്ടാണ് അവൻ ഓപ്പോസിറ്റ് ആയത്. അവൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നിൻ്റെ അമ്മയല്ലേ മറ്റേ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്ക് നല്ല തൊലിക്കെട്ടുണ്ട്, നിങ്ങൾ പിടിച്ചിരിക്കും. അവൻ എന്തായിരിക്കും? കിച്ചു ശരിയാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല കേട്ടോ. പക്ഷെ എനിക്ക് കിട്ടിയ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അതും മേടിച്ചിട്ടല്ല എന്നെ ഈ കുറ്റം പറയുന്നത് അല്ലേ? അത് മേടിച്ചിട്ടാണ് എന്നെ കുറ്റം പറയുന്നത്. അപ്പം ആരുടെ ഭാഗത്താണ് ന്യായം? എനിക്ക് അഹങ്കാരമാണെന്ന് പറയുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്, ആരുടെ ഭാഗത്താണ് ന്യായം? രണ്ടുപേരുടെ ഭാഗത്ത് ന്യായമൊന്നുമില്ല. കിച്ചു കാശിന് വേണ്ടി മാത്രം നിങ്ങളുടെ അടുത്തോട്ട് വന്നു, നിങ്ങൾ കാശ് കൊടുക്കാൻ വേണ്ടി മാത്രം നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടി നിന്ന്, അല്ലെങ്കിൽ സ്നേഹം ഉണ്ടെന്ന് കാണിക്കാനായിട്ട് പല കാട്ടിക്കൂട്ടിലും കാണിച്ചു തന്നു. രണ്ടുപേരുടെ സൈഡിലും ന്യായമൊന്നുമില്ല. പൊന്നുപോലെ നോക്കി തന്നെ, പൊന്നുപോലെ ഒരു എന്തെങ്കിലും ഒരു വളർത്തമ്മ ഒരു നെഗറ്റീവ് ഒന്ന് അടിക്കുവാണെങ്കിൽ പോകത്തില്ലേ? ഇറങ്ങി പോകത്തില്ലായിരുന്നോ? എൻ്റെ കൊല്ലത്തെ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ നോക്കുമെന്ന് പറഞ്ഞ് പോയിട്ടില്ലല്ലോ. എൻ്റെ കൂടെ തന്നെയല്ലേ 7 വർഷം ഒരുമിച്ച് ജീവിച്ചത്. അമ്മാൻ തന്നെയല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഈ 21 വയസ്സായപ്പോഴത്തേനും നമ്മൾ നെഗറ്റീവ് അടിച്ച് നമുക്കിട്ട് നമ്മുടെ വീട്ടുകാരായിട്ട് നമ്മുടെ വീട്ടുകാർക്ക് വൃത്തിയില്ല, നമ്മുടെ വീട്ടുകാർ അവനെ ഉപദ്രവിച്ചു, നമ്മുടെ വീട്ടുകാർ ഈ മനുഷ്യനെ എൻ്റെ ഭർത്താവിനെ ദ്രോഹിച്ചു. ഞങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇതൊക്കെ 7 വർഷം ഞങ്ങളോട് സന്തോഷമായിട്ട് ജീവിച്ചെന്ന് പറയാം. അത് ശരിയാ, അതുകൊണ്ട് 7 വർഷം ജീവിച്ചു, അല്ലെങ്കിൽ 10-45 കൊല്ലം ജീവിക്കണ മനുഷ്യനാ. എന്തെങ്കിലുമൊക്കെ ആട്ടെ. ഇതൊക്കെയാണ് രേണുവിൻ്റെ ഇപ്പോൾ വന്ന ഇൻ്റർവ്യൂ. ഇതിനകത്തെ ചില പ്രധാന ഭാഗങ്ങൾ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടെന്ന് കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഈ കഥകളൊക്കെ തന്നെയായിരിക്കും പറയുന്നത്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. രേണു ചിന്തിക്കേണ്ട ഒരു കാര്യം, രേണു ഇപ്പോഴും ഹെയ്റ്റ് ഉണ്ടാക്കാനായിട്ടാണ് നോക്കുന്നത്. ഹെയ്റ്റ് ഉണ്ടാക്കി ഇത് എവിടെ പോയി നിൽക്കുമെന്നൊരു പിടുത്തവും ഇല്ല. ഏതായാലും കൊള്ളാം. അപ്പോൾ ഋതപ്പനുമായിട്ടുള്ള ബന്ധം പരിപൂർണമായിട്ടും വിച്ഛേദിച്ചിരിക്കുകയാണ്. കൊല്ലസുദ്ധിയുടെ കുടുംബമായിട്ടുള്ള ബന്ധവും പരിപൂർണമായിട്ടും വിച്ഛേദിച്ചിരിക്കുകയാണ്. ഇനി രേണുവിൻ്റെ ഋതപ്പനും മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ പോട്ടെ, എത്രയും പെട്ടെന്ന് ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് തിരിച്ചു പോയോ. അപ്പോൾ നമ്മൾ ഈ അവരെവരെയൊക്കെ കുറ്റം പറയുമ്പോഴത്തേനും അത് വീണ്ടും ട്രിഗറിങ് ആണ്. നമുക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്തായാലും കൊള്ളാം. നമുക്ക് ബിഗ് ബോസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടന്റ് ആവശ്യമില്ല, കണ്ടന്റ് ഇല്ലാത്ത സമയത്ത് ഇൻ്റർവ്യൂ ആയിട്ട് പോയോ, അതായിരിക്കും കുറച്ചും കൂടി ഒരു ഹെൽപ്പായിട്ടുള്ള സാധനം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തി മറ്റൊരു കാണുന്നവരെ.